ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 10ാം നാളും രക്ഷാപ്രവർത്തനം തുടരും. ദുർഘട മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇതുവരെ 415 പേർക്ക് ആണ് ജീവൻ നഷ്ടമായത് എന്നാണ് റിപ്പോർട്ടുള്ളത്. ചുരൽമലയിൽ നിന്നും മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, നമസ്കാരം. ഇന്ന് 10ാം ദിനമാണ്. ഇന്നും തെരച്ചിൽ കാര്യക്ഷമമായി തന്നെ തുടരുമെന്ന് നമുക്ക് അറിയിപ്പുകളുണ്ട്, വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇന്ന് ഏതൊക്കെ തരത്തിലായിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ കാര്യക്ഷമമായി തന്നെ നടക്കുക? മോത്തി, ഇന്ന് തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ സമാനമായ രീതിയിൽ ഇന്നും തെരച്ചിൽ പുരോഗമിക്കും. പ്രധാനമായും ഇന്നും കഴിഞ്ഞ 2 ദിവസമായി ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ഈ സൺറൈസ് വാലി കേന്ദ്രീകരിച്ച്, അതായത് കിലോമീറ്ററുകൾ ദൂരമുണ്ടത്, ആ ഭാഗത്ത് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ സേനാംഗങ്ങളും ഈ ഫയർ ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെയുള്ള സംഘം, പ്രത്യേക സംഘം അവിടെ ഇന്നും പരിശോധന നടത്തുന്നുണ്ട്. അതിൽ ഇന്ന് വനംവകുപ്പിൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ രഞ്ജിത്ത്, ഒപ്പം തന്നെ റേഞ്ച് ഓഫീസർ ഹാഷിഫ്, ഈ 2 പേർ പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥരാണ്. അവർക്ക് ഈ മേഖലയിൽ, പ്രത്യേകിച്ചും ആദിവാസികളൊക്കെ താമസിക്കുന്ന ആ മേഖലയിലൊക്കെ അനുഭവ പരിചയമുള്ള 2 ഉദ്യോഗസ്ഥരാണ്. ഇവർ ഇന്ന് ഈ സംഘത്തിന് ഒപ്പമുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായകരമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഊർജിതമായ തിരച്ചിൽ നടത്തിയിരുന്നു. ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധിച്ചിരുന്നു. അവിടെ ആ പ്രദേശത്ത് ഇന്നും സമാനമായ രീതിയിലുള്ള പരിശോധന നടത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വിട്ടുപോകാത്ത അല്ലെങ്കിൽ തെരച്ചിലെത്താത്ത ഒരു സ്ഥലവും ഇല്ലാത്ത രീതിയിലുള്ള സൂക്ഷ്മമായുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും ഇന്നലെ റഡാറുകൾ സ്പോട്ട് ചെയ്ത ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ ശരീര സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള സംശയങ്ങളുള്ള ചില സ്പോട്ടുകളുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. അങ്ങനെ സ്പോട്ടുകൾ കണ്ടെത്തി അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് അവിടെ JCB ഉപയോഗിച്ച് മണ്ണ് ആഴത്തിൽ മാന്തിയെടുത്താണ് പരിശോധന നടത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അവിടെ സന്നദ്ധ സേനയുടെയും രക്ഷാസേനയുടെയൊക്കെ അംഗങ്ങളുണ്ടാകും. അവർ അവിടെ ഇടപെടുന്ന സാഹചര്യം. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഓരോ സ്പോട്ടുകളും ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അത് കേന്ദ്രീകരിച്ചാണ് പരിശോധന. ഈ മണ്ണും ചളിയും ഒക്കെ അടിഞ്ഞുകൂടിയത് പൂർണ്ണമായും മാറ്റി ഇവിടെയുള്ള സാധാരണ നേരത്തെയുള്ള മണ്ണ്, ഒരു കറുത്ത മണ്ണ് കാണുന്നത് വരെ ഇവർ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ രീതി, ദൗത്യസംഘത്തിൻ്റെ രീതി. ആ പരിശോധനയും തിരച്ചിലും ഇന്നും ചൂരൽമലയിലും മുണ്ടക്കയിലും തുടരുകയും ചെയ്യും. അല്പസമയത്തിന് തന്നെ ഈ രക്ഷാസേന അംഗങ്ങളെല്ലാം ഇവിടെ എത്തും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമല പ്രദേശത്ത് ഇന്നലെ വളരെ സജീവമായ തിരച്ചിൽ നടന്ന സ്ഥലമാണ്. അവിടെ ഇന്നും ഈ സമാനമായ രീതിയിലുള്ള പരിശോധന നടത്തുന്നതോടൊപ്പം ചാലിയാർ ഉൾപ്പെടെയുള്ള നിലമ്പൂർ മേഖലകളിലും പരിശോധനയും തിരച്ചിലൊക്കെ സമാനമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഏകദേശം 138 ആളുകൾ ഇനിയും കാണാനുണ്ട്. മിസ്സിംഗ് ലിസ്റ്റ് ഇന്നലെ സർക്കാർ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരുന്നു. ആ ലിസ്റ്റ് അന്തിമമല്ല. അതിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓരോ സമയവും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം, വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള ഒരു സംഘം 12 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഈ പ്രദേശത്ത് ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഒരു പരിശോധനയും ഒരു കണക്കെടുപ്പുമൊക്കെ നടത്തിയിരുന്നു. ഏതൊക്കെ മേഖലകളിലാണ് ആളുകൾ താമസിച്ചിരുന്നത്, വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കണക്കെടുപ്പ് പ്രാഥമികമായും അവർ നടത്തി. ഒപ്പം തന്നെ അവിടെയൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കണക്കെടുപ്പും അവർ നടത്തിയിട്ടുണ്ട്. ഈ കണക്കുകളൊക്കെ കൂടി ക്രോഡീകരിച്ച് കുറച്ചുകൂടി കൃത്യത വരുത്തി ഒരുപക്ഷെ കൃത്യമായൊരു കണക്ക്, ആരൊക്കെ കാണാതെ ആയിട്ടുണ്ട് എന്നുള്ളവരുടെ കണക്ക് നമുക്ക് വൈകാതെ ലഭിച്ചേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായ നിരവധി പേർ ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ താമസിച്ചിരുന്നു. അവരുടെ കണക്കുകൾ സംബന്ധിച്ച ഇനിയും കൃത്യത ലഭിക്കേണ്ടതുണ്ട്. അത് പാടികളിലൊക്കെ കഴിഞ്ഞിരുന്ന ആളുകളെ, ഇപ്പോൾ ക്യാമ്പുകളിലൊക്കെയുള്ള കഴിഞ്ഞിരുന്ന ആളുകൾ അവരുടെ പറയുന്നതനുസരിച്ചുള്ള ഒരു വിവരശേഖരണമാണ് പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള കണക്കെടുപ്പ് സമാനമായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തിരച്ചിലും സമാന്തരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 10ാം ദിവസമാണ് ഇന്ന്. തിരച്ചിൽ എത്ര കാലം തുടരുമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി പ്രത്യേകിച്ചും ഈ സർക്കാർ തിരച്ചിൽ തുടരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ക്യാമ്പുകളിൽ കഴിയുന്ന അല്ലെങ്കിൽ ഇവിടെ ജീവനോടെയുള്ള ഇവിടെയുള്ള ആളുകൾ തിരച്ചിൽ അവർക്ക് പൂർണ്ണമായും തൃപ്തി വരുന്നത് വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തങ്ങളുടെ കൂടി സാന്നിധ്യത്തോടു കൂടി, പ്രദേശത്തുകാരുടെ ആളുകളുടെ കൂടി സാന്നിധ്യത്തോടു കൂടി തിരച്ചിൽ നടത്തണം. കാരണം അവർക്കാണ് ഇവിടെയുള്ള ഘടനയും ഭൂമി ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരമുള്ളത്. ഒരുപക്ഷെ അങ്ങനെ ഒരു നീക്കം കൂടി നടത്തിയേക്കാം എന്നുള്ള സൂചന കൂടിയുണ്ട്. അതായത് പ്രദേശത്തുകാരായ ആളുകളെ, ഇപ്പോൾ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകളെ അവരുടെ കൂടി സാന്നിധ്യത്തോടു കൂടിയുള്ള ഒരു തിരച്ചിൽ
ലേക്ക് ഒരു പക്ഷേ കടന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. അതായത് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും കൂടി മുഖവിലക്കെടുത്തുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടായേക്കാം എന്നുള്ള ഒരു സൂചന കൂടിയുണ്ട്. അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഏറ്റവും മനുഷ്യസാധ്യമായ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള പരിശോധനയും തിരച്ചിലും നടത്താൻ തന്നെയാണ് തീരുമാനം. അതിനുള്ള നടപടികൾ ഇന്നും ഇവിടെ പുരോഗമിക്കുകയാണ്.